പോലും ഈ പറയപ്പെട്ട ഒരു പ്രവർത്തനത്തിലും ലഭിച്ചിട്ടില്ല. ഈ നാട്ടിൽ തന്നെ ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനകളിലെല്ലാം ഒട്ടനവധി പ്രവർത്തനങ്ങളും അവരവരുടേതായ ഓണാഘോഷം, ക്രിസ്തുമസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളും വാർഷികങ്ങൾ ഉൾപ്പെടെ നടത്തപ്പെടുമ്പോഴും അതേപോലെ ഇതേപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തപ്പെടുമ്പോൾ അവർക്കെല്ലാം കരുത്തും താങ്ങുമായി നിൽക്കുന്നത് ഇന്ന് ഇവിടെയുള്ള ഓരോ വ്യാപാരികളുമാണ് എന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് നമ്മളുടെ വീടുകളിൽ തന്നെ ഈ സാധനം എത്തുമെന്ന ഒരു ഇതാണ്. അതിന് പക്ഷേ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, എത്രമാത്രം നിലവാരമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലെ ഒരു ഓൺലൈൻ വ്യാപാരത്തിന്റെ ഓഫീസിൽ നിന്ന് പിടിച്ച ഐറ്റം അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. ചെറിയ ചെറിയ ലാഭത്തിനു വേണ്ടി നമ്മൾ ഏതെങ്കിലും എടുക്കുന്ന ഒരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപയുടെ ലാഭത്തിനു വേണ്ടി ഓൺലൈൻ വ്യാപാരത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആ നിലപാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിന്നുകൊണ്ട് നമ്മളുടെ ചെറുകിട വ്യാപാരികളെയും ചെറുകിട കച്ചവടക്കാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ നാട്ടിൽ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ സമൂഹത്തിനും ഈ നാടിനും നിലനിൽപ്പുള്ളൂ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്.